ഹലോ, എന്തുട്ട പരിപാടി? കർക്കിടക മാസത്തിൽ 4 അമ്പല ദർശനം ഒരു പുണ്യായിട്ടാണ് നമ്മുടെ മലയാളികൾ കാണുന്നത്. എന്നാ ഈ അമ്പലത്തിൽ ദർശനം നടത്തി കഴിഞ്ഞാൽ തന്നെ 4 അമ്പല ദർശനത്തിന്റെ പുണ്യം കിട്ടൂത്രേ. ഇത് നമ്മുടെ കുന്നംകുളത്തുള്ള ചെർലയം ശ്രീരാമസ്വാമി ക്ഷേത്രാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രാണിത്. അമ്പലത്തിന്റെ നേരെ പിന്നിലായിട്ട് ഒരു വലിയ ആൽത്തറയുണ്ട്. ശ്രീരാമ പട്ടാഭിഷേക സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശ്രീരാമനോടൊപ്പം ഹനുമാനും സീതാദേവി ഒരേ ശ്രീകോവിൽ തന്നെയാണ് ഉള്ളത്. ശ്രീകോവിൽക്കുള്ള പ്രധാന നടപ്പാത ഇതാണ്. ഞങ്ങളൊരു 5:30 കൂടിയിട്ടാണ് ചെന്നിട്ടുണ്ടായിരുന്നത്. അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഭരതന്റെയും ശത്രുഘ്നന്റെയും സാന്നിധ്യം കൂടെ ഉള്ള അമ്പലമാണിത്. അതുകൊണ്ടാണ് 4 അമ്പല ദർശന പുണ്യം ഇവിടുന്ന് കിട്ടും എന്ന് പറയുന്നത്. ചേർലയൻ രാജവംശത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു അമ്പലമായിരുന്നു ഇത്. ഇപ്പൊ അവിടുത്തെ ഭരണം ക്ഷേത്രം ട്രസ്റ്റ് ആണ്. ഉപദേവതകളായിട്ട് പരമേശ്വരനും ഗണപതിയും വേട്ടേക്കാരനും ഉണ്ട് അവിടെ. പട്ടാഭിഷേക ശ്രീരാമ സങ്കല്പം വളരെ അപൂർവമായിട്ട് കേരളത്തിലുള്ളൂ. അതിലൊരു ക്ഷേത്രം കൂടിയിട്ടാണ് ഇത്. നാഗങ്ങളെ കൂടിയിരുത്തിയിട്ടുള്ള നാഗക്കാവും ഉണ്ട് ഇവിടെ. ഈ അമ്പലത്തിനെ പറ്റിയിട്ട് ആർക്കും അധികം അറിവില്ലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഈ അടുത്താണ് ഈ അമ്പലത്തിനെ പറ്റിയിട്ട് അറിഞ്ഞത്. 4 അമ്പല ദർശനത്തിന് പോവാൻ സാധിക്കാത്തവർക്ക് ഇവിടെ വന്നിട്ടാണെങ്കിലും പ്രാർത്ഥിക്കാട്ടാ. കർക്കിടക മാസത്തില് 30 ദിവസം ഇവിടെ രാവിലെ പ്രഭാത ഭക്ഷണം ഉണ്ട്. രാവിലെ 7 മണി മുതൽ രാമായണ പാരായണം തുടങ്ങും. തുലാമാസത്തിലെ ഉപദേവതകളായ വേട്ടേക്കാരനും ഭഗവതിക്കും കളമെഴുത്ത് പാട്ടുണ്ട് ഇവിടെ. ഇതൊന്നും കൂടാതെ എനിക്കിവിടെ ഇഷ്ടപ്പെട്ടുള്ള വഴിപാടാണ് മീനൂട്ട് ചീട്ടാക്കുന്നതിന് 5 രൂപയാണ്. ചീട്ടാക്കി കഴിഞ്ഞാല് കുറച്ചേരി നമുക്ക് പാത്രത്തിൽ തരും. അമ്പലത്തിന്റെ അടുത്ത ഭാഗത്താണ് കൊളപ്പുര. നിറയെ പായല് മൂടി കിടക്കുന്ന ഒരു കൊളാണ്. നമ്മൾ കൊണ്ടുവന്ന അരി ആ കുളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. കുളത്തിൽ നിറച്ച് മീനുകളുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന അരി മീനുകൾ വന്നിട്ട് കഴിച്ചോളും. ഇതാണ് മീനൂട്ട്. പ്രയാറ് പോയി മീനൂട്ട് നടത്തിയപ്പോ അവിടെ വലിയ മീനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ പക്ഷെ ഞാൻ അത്ര വലിയ മീനൊന്നും കണ്ടിട്ടില്ല കേട്ടാ. കുളത്തിന്റെ അപ്പുറത്തെ സൈഡിൽ കുളിക്കാനുള്ള സൗകര്യം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മീനൂട്ടൊക്കെ നടത്തിയിട്ട് അമ്പലത്തിന്റെ പുറത്തേക്ക് നടന്നു. ഞങ്ങൾ അമ്പലത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവിടെ ഒരു മയില് വന്നിട്ട് നിൽക്കണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.